ഞങ്ങൾക്ക് ഈ അടുത്ത് ഇൻസ്റ്റയിൽ ഒരു മെസ്സേജ് കിട്ടി. ഒരു പ്രാങ്ക് വീഡിയോയെ കുറിച്ചുള്ളതായിരുന്നു ആ മെസ്സേജ്. അതിലെ ലിങ്ക് തുറന്നപ്പോൾ വീഡിയോയുടെ ടൈറ്റിൽ ഇങ്ങനെയായിരുന്നു: കുണ്ടൻ പ്രാങ്ക്, മനുഷ്യനല്ലേ പുള്ളേ. അതിന്റെ ഉള്ളിൽ ഹായ് ഗൈസ് എന്നൊക്കെ പറഞ്ഞു തുടങ്ങുന്ന ഇൻട്രോയിൽ ആ ചെറുപ്പക്കാരൻ പറയുന്നത് ഇങ്ങനെയാണ്: ഇന്നൊരു കിടിലൻ പ്രാങ്ക് വീഡിയോ ആണുള്ളത്, അതൊരു കിടിലൻ കുണ്ടൻ പ്രാങ്ക് ആണ്. ഇതേപോലെ മറ്റൊരു വീഡിയോയും കണ്ടിരുന്നു. അത് ചിലരുടെ പ്രതിഷേധം കാരണം ഇപ്പോൾ ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇതുകൂടാതെ ഞങ്ങൾക്ക് കിട്ടിയ മറ്റൊരു മെസ്സേജ് അതിലും ഞെട്ടിപ്പിക്കുന്നതാണ്. ഇന്ത്യയിൽ നല്ലൊരു ശതമാനം നഴ്സിംഗ് കോളേജുകളിലും ഉപയോഗിക്കുന്ന ഒരു ബുക്കാണിത്. അതിലെ ഒരു ചാപ്റ്ററിൽ ഇപ്പോഴും ഹോമോസെക്ഷാലിറ്റിയെ സൈക്കോളജിക്കൽ ഡിസോർഡറുകളുടെ കൂട്ടത്തിലാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ആയിരക്കണക്കിന് നഴ്സിംഗ് വിദ്യാർത്ഥികൾ റെഫർ ചെയ്യുന്ന ഒരു ബുക്കാണ് ഇതെന്ന് ഓർക്കണം. ഹോമോസെക്ഷുവാലിറ്റിയെ ഒരു രോഗമാണെന്ന് പറയുന്നതോടൊപ്പം അതിനുവേണ്ട ചികിത്സ എന്ന നിലയിൽ പല മണ്ടത്തരങ്ങളും കൂടി പറയുന്നുണ്ട്. നമ്മുടെ സമൂഹത്തിന്റെ അവസ്ഥ ഇതാണെന്ന് സൂചിപ്പിക്കാനാണ് ഇത്രയും പറഞ്ഞത്. നമുക്ക് കുറച്ചു കഴിഞ്ഞ് ഇതിലേക്ക് തിരിച്ചു വരാം. ഭീമയുടെ പുതിയ പരസ്യം നിങ്ങളിൽ പലരും കണ്ടു കാണും. ഒരു ട്രാൻസ് വുമന്റെ ആഗ്രഹങ്ങളെ വളരെ പോസിറ്റീവായി സമീപിക്കുന്ന മാതാപിതാക്കളെയും കുടുംബത്തെയുമാണ് ആ പരസ്യത്തിന്റെ ആദ്യ ഭാഗം കാണിക്കുന്നത്. പിന്നീട് അവളെ സ്വർണത്തിൽ പൊതിഞ്ഞ് വധുവായി അണിയിച്ചൊരുക്കി വിവാഹ പന്തലിലേക്ക് ആനയിക്കുന്ന വിഷ്വൽസിലൂടെ പരസ്യത്തിന്റെ ഉദ്ദേശവും നടക്കുന്നുണ്ടെങ്കിലും ആകെ മൊത്തം സമൂഹത്തിന് ഒരു പ്രതീക്ഷ നൽകുന്ന പരസ്യം തന്നെയാണ് അതെന്നതിൽ സംശയമില്ല. എന്നിരുന്നാലും പെണ്ണിന്റെ അല്ലെങ്കിൽ ട്രാൻസ് വുമന്റെ ഐഡന്റിറ്റി ആഭരണമാണോ, വസ്ത്രമാണോ, വിവാഹമാണോ, ഇതൊക്കെയല്ലേ ഇവർ പ്രോത്സാഹിപ്പിക്കുന്നത് എന്നൊക്കെയുള്ള ചില ചോദ്യങ്ങൾ സ്വാഭാവികമായും പരസ്യം കാണുമ്പോൾ ചിലർക്കെങ്കിലും തോന്നിയേക്കാം. അങ്ങനെയുള്ള ചില തെറ്റായ ധാരണകളെ കൂടി പരസ്യം സപ്പോർട്ട് ചെയ്യുന്നില്ലേ എന്ന് നിങ്ങളിൽ ചിലർ ചിന്തിച്ചിട്ടുമുണ്ടാകാം. പക്ഷെ അത്തരത്തിലുള്ള ചിന്തകളിലേക്കൊക്കെ പോകുന്നതിന് മുമ്പ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. എത്തരത്തിലുള്ളതാണ് നമ്മുടെ സാമൂഹിക പരിസരം എന്നത്. പരസ്യങ്ങളുടെ ഉദ്ദേശം തങ്ങളുടെ പ്രോഡക്റ്റ് ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നതാണ്. അങ്ങേയറ്റം പിന്തിരിപ്പനായി തോന്നിയാൽ ചിലരാൽ വിമർശിക്കപ്പെടാം എന്നതൊഴിച്ചാൽ പൊതുബോധത്തെ തൃപ്തിപ്പെടുത്തുന്ന പരസ്യങ്ങൾ തന്നെയാണ് ആ പ്രോഡക്റ്റിന്റെ ഉടമസ്ഥന് ഗുണകരം. അതുകൊണ്ട് തന്നെ പിന്തിരിപ്പനാകാതിരിക്കുക എന്നതല്ലാതെ പുരോഗമനപരമായിരിക്കണം ഒരു പരസ്യമെന്ന് ആർക്കും വാശി പിടിക്കാൻ കഴിയില്ല. എന്നാൽ മീഡിയ, ഉദാഹരണത്തിന് ചാനലുകൾ, പത്രങ്ങൾ, സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ, ഇതൊക്കെ നമ്മുടെ സമൂഹത്തിന്റെ പ്രതിഫലനമാണ്. സമൂഹത്തെ മുന്നോട്ട് നയിക്കാനുള്ള ബാധ്യതയും അതുകൊണ്ട് തന്നെ അവർക്കുണ്ട്. എന്നാൽ ഈ ബാധ്യതയുള്ള ഇവരിൽ പലരും ഹോമോസെക്ഷൽ വ്യക്തികളുടെയും ട്രാൻസ്ജെൻഡർ വ്യക്തികളുടെയും വിഷയങ്ങളിൽ അങ്ങേയറ്റം അധപ്പതിച്ചവരായാണ് പലപ്പോഴും കാണപ്പെടുന്നത്. ട്രാൻസ്ഫോബിയ പടർത്തുന്ന തരത്തിലുള്ള പ്രാങ്കുകൾ ഇടാൻ മത്സരിക്കുന്ന ചാനലുകാരും ഹോമോഫോബിയ ഒരു മാർക്കറ്റിംഗ് ടൂളാക്കി യൂട്യൂബ് ചാനലുകൾ വളർത്തുന്ന യുവജനങ്ങളും ഇതൊക്കെ കണ്ട് കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുന്ന വലിയൊരു ജനക്കൂട്ടവും നിറഞ്ഞതാണ് നമ്മുടെ സാമൂഹിക പരിസരം. ഒരു ചെറിയ ശതമാനം ആളുകൾ മാത്രമാണ് ഇതിൽ നിന്നൊക്കെ മാറി ചിന്തിക്കുന്നത്. ഈ സമൂഹത്തിലേക്കാണ് ഒരു ജ്വല്ലറി ട്രാൻസ് വ്യക്തിയെ മോഡലാക്കിക്കൊണ്ട് അവരുടെ പ്രോഡക്റ്റിനെ മാർക്കറ്റ് ചെയ്യാൻ വരുന്നത്. ട്രാൻസ് വുമന്റെ ആഗ്രഹങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന കുടുംബത്തെ കാണിച്ച അവർ തന്നെ സ്ത്രീ പുരുഷ അസമത്വത്തെക്കുറിച്ചും സ്ത്രീധനത്തെക്കുറിച്ചും വസ്ത്രധാരണ രീതിയിലെ സോഷ്യൽ പ്രഷറിനെ കുറിച്ചും കൂടി ചിന്തിക്കണമായിരുന്നു എന്നൊക്കെ പറയാൻ എളുപ്പമാണ്. ഒരു സിസ് വ്യക്തിയാണ് പരസ്യത്തിലെ നായികയെങ്കിൽ ഈ പറഞ്ഞതൊക്കെ ചർച്ചയാക്കാവുന്നതാണ്. എന്നാൽ ഈ പരസ്യത്തിൽ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് അവർ കൊണ്ടുവന്ന മാറ്റം തന്നെയാണ്. അതെന്തുകൊണ്ടാണെന്ന് പറയാം. നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ യൂട്യൂബ് വീഡിയോയിലെ ആ ചെറുപ്പക്കാരൻ ഹായ് ഗൈസ്, നമ്മൾ ഇന്ന് ചെയ്യുന്നത് ഒരു കുണ്ടൻ പ്രാങ്ക് ആണെന്ന് ഒരു ഉളുപ്പുമില്ലാതെ സോഷ്യൽ മീഡിയയിൽ വന്ന് പറയണമെങ്കിൽ അയാൾ എത്രമാത്രം ഇഗ്നറന്റ് ആയിരിക്കണം. സോഷ്യൽ മീഡിയയിൽ ഇന്ന് ചിലരൊക്കെ ഹോമോഫോബിയക്കെതിരെയും ട്രാൻസ്ഫോബിയക്കെതിരെയും സംസാരിക്കുന്നുണ്ട്. അതൊക്കെ ചിലരെ മാറ്റി ചിന്തിപ്പിക്കുന്നുമുണ്ട്. എന്നാൽ ഇങ്ങനെ മാറി ചിന്തിക്കുന്നവരുടെ ആശയങ്ങൾ വളരെ കുറച്ചു പേരിൽ മാത്രമേ എത്തുന്നുള്ളൂ എന്നതിന്റെ തെളിവാണ് ഇതുപോലുള്ള ട്രാൻസ്ഫോബിക്, ഹോമോഫോബിക് പ്രാങ്ക് വീഡിയോസ്. സോഷ്യൽ മീഡിയ ഒരു കുമിള പോലെയാണ്. അവരവരുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ചും ചിന്തകളെ അനുകൂലിക്കുന്ന തരത്തിലുമുള്ള ഒരു സോഷ്യൽ മീഡിയ കുമിളയിലായിരിക്കും ഓരോരുത്തരും ഉള്ളത്. ട്രാൻസ്ഫോബിക്, ഹോമോഫോബിക് വീഡിയോസ് ഒക്കെ ഉണ്ടാക്കുന്നവരുടെയും അതൊക്കെ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുന്നവരുടെയും സോഷ്യൽ മീഡിയ ബബിൾ ഇന്നും റഷീദ് ട്രോൾസും കുണ്ടൻ ജോക്സും ഒക്കെ നിറഞ്ഞതാണ്. സെക്ഷലി ഫ്രസ്ട്രേറ്റഡ് ആയിട്ടുള്ള ഒരാൾ ബസ്സിൽ ഒരാണിനെ ഉപദ്രവിച്ചതിന്റെ അനുഭവം വെച്ച് ഗേ എന്ന് വെച്ചാൽ ഇങ്ങനെ മറ്റാണുങ്ങളെ ബസ്സിൽ ഉപദ്രവിച്ച് നടക്കുന്നവരാണെന്ന് ചിന്തിക്കുന്നവരാണ് ഇവരെല്ലാവരും. അങ്ങനെയുള്ളവർ ഇനി മറ്റ് ഭാഷകളിലെ വീഡിയോസ് കണ്ടാൽ പോലും അവർ കാണുന്നത് അത്തരത്തിലുള്ള വീഡിയോസ് മാത്രമായിരിക്കും. ഇങ്ങനെ ജീവിക്കുന്ന ബഹുഭൂരിപക്ഷം ആളുകളുടെ ചുറ്റിലുമുള്ള ആ കുമിള പൊട്ടിക്കുക എന്നത് അത്ര എളുപ്പമല്ല. ചില സോഷ്യൽ മീഡിയ വ്യക്തികളുടെയും പുരോഗമനപരമായി ചിന്തിക്കുന്നവരുടെയും ഇടപെടലുകൾ ചില മാറ്റങ്ങൾ കൊണ്ടുവരുന്നുണ്ടെങ്കിലും അതൊക്കെ കുറച്ചു പേരിലേക്ക് മാത്രമേ എത്തുന്നുള്ളൂ എന്നൊരു പ്രശ്നമുണ്ട്. സമൂഹത്തിന്റെ പല ഭാഗങ്ങളിലായി ജീവിക്കുന്ന ഇത്തരം ആളുകളുടെ ആ കുമിളകൾ പൊട്ടിച്ച് അവരെ പുറത്തു കൊണ്ടുവരണമെങ്കിൽ ആധുനിക മനുഷ്യന്റെ ചിന്തകൾ അവരിൽ എത്തിക്കാൻ ആദ്യം സാധിക്കണം. അങ്ങനെ എല്ലാവരിലും ആ ചിന്തകൾ എത്തിക്കാൻ സാധിക്കുന്ന മാധ്യമങ്ങളാണ് പരസ്യങ്ങൾ, സിനിമകൾ, മെയിൻ സ്ട്രീം ചാനലുകൾ, കോമഡി ഷോകളൊക്കെ. നമ്മുടെ സ്കൂളുകൾ ട്രാൻസ്ജെൻഡർ വ്യക്തികളെക്കുറിച്ചും ഹോമോസെക്ഷുവാലിറ്റിയെക്കുറിച്ചും ഒന്നും നമ്മുടെ കുട്ടികളെ മര്യാദയ്ക്കൊന്നും പഠിപ്പിക്കുന്നില്ല. രക്ഷിതാക്കളിൽ നിന്നും ഒരു ബോധവൽക്കരണവും കിട്ടുന്നില്ല. വീടിനടുത്ത് ട്രാൻസ്ജെൻഡർ വ്യക്തികളോ ഹോമോസെക്ഷൽ വ്യക്തികളോ ഉണ്ടെങ്കിൽ അവരെ കളിയാക്കുന്ന തരത്തിലുള്ള വർത്തമാനമായിരിക്കും മിക്കവാറും വീടുകളിലും ചുറ്റുവട്ടത്തു നിന്നുമൊക്കെ കുട്ടികൾ കേൾക്കുന്നത്. ഇപ്പോൾ ചെറിയ മാറ്റമുണ്ടെങ്കിലും നമ്മുടെ മിക്ക സിനിമകളുടെയും TV പരിപാടികളുടെയും അവസ്ഥയും ഇത് തന്നെയാണ്.
ഇങ്ങനെ ചിന്തിക്കുന്ന ഒരു സമൂഹത്തിലേക്കാണ് ഭീമയുടെ പരസ്യം വന്നിട്ടുള്ളത്. ടിവിയിൽ വരുന്ന പരസ്യമായതുകൊണ്ട് തന്നെ സമൂഹത്തിലെ പല സാഹചര്യങ്ങളിൽ നിന്നുള്ള കുടുംബങ്ങളും അവയിലെ കുട്ടികളും ഈ പരസ്യം കാണുന്നുണ്ടാകും. പല കുടുംബങ്ങളിലും ഇതൊരു ചർച്ചയ്ക്കും കാരണമായിട്ടുണ്ടാകാം. ഒരുപക്ഷെ ആദ്യമായിരിക്കും പലരും ട്രാൻസ് വുമനെ ഈ ഒരു രീതിയിൽ കാണുന്നത് തന്നെ. അതൊരു വലിയ കാര്യം തന്നെയാണ്. ഇന്ന് നമ്മൾ ഇത് ചർച്ച ചെയ്യുന്നതിന്റെ കാരണം തന്നെ അപൂർവമായ ഒരു പരസ്യം ട്രാൻസ് വ്യക്തികളെ നോർമലായി ചിത്രീകരിച്ചു എന്നതാണ്. അങ്ങനെ അപൂർവമായി സംഭവിക്കേണ്ട ഒരു കാര്യമല്ല ഇത്. ട്രാൻസ് വ്യക്തികളെയും ഹോമോസെക്ഷൽ വ്യക്തികളെയും എല്ലാവരെയും പോലെ നോർമൽ മനുഷ്യരായി കാണുന്ന സമൂഹവും പരസ്യങ്ങളുമൊക്കെ ഒരു അത്ഭുതമല്ലാത്ത അവസ്ഥയിലേക്ക് നമ്മൾ എത്തേണ്ടതുണ്ട്. ഇപ്പോൾ അങ്ങനെ അല്ലാത്തത് കൊണ്ട് തന്നെ അതിലേക്കുള്ള ആദ്യത്തെ ചുവട് വെച്ച ഭീമയുടെ പരസ്യത്തെ നമ്മൾ അഭിനന്ദിക്കുക തന്നെയാണ് വേണ്ടത്. എന്താണ് ഭീമയുടെ പരസ്യത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം? കമന്റ് ബോക്സിൽ എഴുതുമല്ലോ. നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.